സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ടായിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, പുറത്ത് നല്ല കണ്ടന്റാണ്. ബിഗ് ബോസിനെ കുറിച്ചുള്ള കണ്ടന്റുകളുടെ പെരുമഴയാണ്. നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് നോക്കുന്ന സമയത്ത് ഡെയിലി ഒരു 3-4 വീഡിയോസ് കാണാം. എല്ലാം നമ്മുടെ ബിഗ് ബോസിൻ്റെ അഴിമതിക്കെതിരെയുള്ള വീഡിയോസാണ്. സംഭവം ശരിയാണ്. 1-2 കണ്ടപ്പോൾ എനിക്കും തോന്നി ഇതൊക്കെ ശരിയാണല്ലോ, ഈ പറയുന്നതെല്ലാം കറക്റ്റ് ആണല്ലോ എന്നൊക്കെ നമുക്കും തോന്നിപ്പോകും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഫാമിലി ടാസ്ക് വന്നില്ല. അത് ഫാമിലി ടാസ്ക് അല്ല, ഫാമിലി വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പരിപാടി. അതിൻ്റെ അത് അൻസിബേൻ്റെ വീട്ടുകാർ വന്നപ്പം ഉമ്മയും നമ്മുടെ അൻസിബേൻ്റെ അനിയനും വന്നപ്പം ജാസ്മിനെ കണ്ടിട്ട് ഭയങ്കര സ്നേഹം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നീ എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറയാനും മാത്രം എന്താണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന സമയത്ത് അതിന് ശേഷം അവർ പറയുന്നുണ്ട് അവരുടെ വീട്ടിലുള്ള ആരെയോ പോലെ ജാസ്മിന് തോന്നുന്നുണ്ടെന്നുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു ഇതൊക്കെ ഇല്ലാണ്ട് നമ്മൾ മോളെ പോലെയാണ്, നീ അടിപൊളിയാണ്, എൻ്റെ കുഞ്ഞു മോളെ പോലെയാണെന്നൊക്കെ പറയുമോ? അതും നമ്മുടെ സ്വന്തം മോൾക്കെതിരെ നിന്ന് കളിക്കുന്ന ആൾ. ചിലപ്പം പറയുമായിരിക്കും, ഓരോരുത്തരുടെ ഇതുപോലെയാണ്. പക്ഷെ അങ്ങനെ അത് കണ്ട സമയത്ത് നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഉഡായിപ്പാണ്, ഇതൊക്കെ നമ്മുടെ ബിഗ് ബോസ് ടീം അംഗങ്ങൾ പറഞ്ഞ് ഉള്ളിലേക്ക് വിട്ടതാണ് എന്നുള്ളത്. അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താ വെച്ചാൽ, സംഭവം നമ്മുടെ അൻസിബേൻ്റെ ഉമ്മയും അനിയനെല്ലാം ആത്മാർത്ഥമായിട്ട് സ്വന്തമായിട്ടാണ് ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ജാസ്മിനോട് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പോയിട്ട് സ്നേഹം കാണിക്കേണ്ട ആരോടായിരിക്കും? നമ്മുടെ അഭിഷേകിനോടായിരിക്കില്ലേ? ഇല്ലേ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അമ്മയില്ലാത്ത അല്ലെങ്കിൽ അമ്മമാർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ മുഖം ആകെ വിഷമിച്ച് ഇതായിട്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ നമുക്ക് അഭിഷേകിന് അമ്മയില്ല, അമ്മയ്ക്ക് കത്തെഴുന്നതെല്ലാം നമ്മൾ കണ്ട് ആകെ വിഷമിച്ച സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇഞ്ച് എൻ്റെ മോളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പറയുമോ ആരെങ്കിലും പറഞ്ഞു വിടാതെ? എനിക്ക് തോന്നുന്നില്ല. കാരണം അഭിഷേകിനെ പോലുള്ള ഒരു അമ്മയില്ലാത്ത കുട്ടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അയാളെ പോയിട്ട് ഒന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ആയിരിക്കും ശരിക്കും സ്നേഹമുള്ള അമ്മമാർ ശ്രമിക്കുക എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, പറയാൻ പറ്റില്ല. ഓരോരുത്തരോരോ ഇതാണല്ലോ. ചിലപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ കുട്ടീനെ പോലെയാണ് ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ കുട്ടീനെ സ്നേഹിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പിന്നെ മൂപ്പൻസ് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്കും ചെറിയ ഡൗട്ട്, ഇനി ഇതിപ്പം ബിഗ് ബോസ് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ? ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലപ്പാ. ജാസ്മിൻ വെളുത്താലും വെളുത്തില്ലേലും നമുക്കൊന്നുമില്ല. പണ്ട് കുറേ വെളുപ്പിക്കാൻ വേണ്ടി നടന്നല്ലേ നമ്മളെല്ലാം, വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട്. അവസാനം പണിയായിട്ട് പോയതല്ലേ. എന്തായാലും ജാസ്മിൻ വെളുത്താലും വെളുത്തില്ലെങ്കിലും ജാസ്മിൻ എല്ലാ വീട്ടുകാരും വരുമ്പോഴും പോയി കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ജാസ്മിൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. കാരണം കുറേ നാൾ പുള്ളിക്കാരൻ ഹെയറിലായിരുന്നല്ലോ. അപ്പോൾ ആ ഹെയറിൽ നിന്നും താഴെ വന്ന് സ്വന്തം മോളെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഉള്ള പരിപാടികളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഗബ്രിയെല്ലാം പുറത്തു പോയാൽ പിന്നെ ജാസ്മിൻ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച പുറത്തു പോകുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം വെച്ചാൽ ജാസ്മിൻ പറഞ്ഞിരുന്നു ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്, നമ്മുടെ മൂപ്പൻസിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അഭിഷേകിനെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നത്. ചിലപ്പോൾ ഇത് വെറും ഒരു ഡൗട്ടായിരിക്കാം. ചിലപ്പോൾ അൻസിബേൻ്റെ ഉമ്മയും അനിയനും എല്ലാം ജാസ്മിനെ ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം അത്രയ്ക്കും നല്ല രീതിയിലുള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള കുലീനതയും നല്ല രീതിയിലുള്ള വൃത്തിയും ഹൈജീനും എല്ലാം കൊണ്ട് നടക്കുന്ന നമ്മുടെ ജാസ്മിനെ ഒരു അമ്മമാർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു വഴിയുമില്ലാത്തതിനാൽ ചിലപ്പം സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, ഉള്ളിൽ നിന്ന് വന്ന സ്നേഹം തന്നെ ആയിരിക്കാം, അല്ലേ? ആവാം.